വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. ഹെരോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചിരുന്നപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്നും ജ്ഞാനികൾ ജെറുസലേമിലെത്തി രാജാവിനെ അന്വേഷിച്ചു. എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന് നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. ഇത് കേട്ട ഹെരോദേസ് രാജാവ് വളരെയധികം അസ്വസ്ഥനായി. അവൻ പ്രധാന പുരോഹിതരെയും നിയമജ്ഞരെയും വിളിച്ചു ചേർത്ത് എവിടെയാണ് യേശു ജനിച്ചിരിക്കുന്നത് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. ഇത് കേട്ട ഹെരോദേസ് രാജാവ് ജ്ഞാനികളെ രഹസ്യമായി വിളിച്ചു ചേർത്ത് നക്ഷത്രം എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവർ അവനെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിച്ച് എന്നോട് വന്ന് പറയുക, ഞാനും അവനെ ആരാധിക്കേണ്ടതല്ലേ. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. യേശു ജനിച്ചിരുന്ന ഭവനത്തിന് മുകളിലായി വന്നു നിന്നു. അവർ ഭവനത്തിൽ കയറി യേശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കാണുകയും കുമ്പിട്ട് ആരാധിക്കുകയും പൊന്നും വീറും കുന്തിരിക്കവും നൽകി കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. ഹെരോദേസിന്റെ പക്കലേക്ക് പോകരുതെന്ന് അവർക്ക് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് നൽകിയതിനാൽ അവർ മറ്റൊരു വഴി സ്വദേശത്തേക്ക് യാത്രയായി. ഇതേ സമയം കർത്താവിന്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അമ്മയും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. അവർ അങ്ങനെ ചെയ്തു. ഹെരോദേസിന്റെ മരണം വരെ അവർ അവിടെ താമസിക്കുകയും ചെയ്തു. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഹെരോദേസ് രോക്ഷാകുലനാകുകയും ബെത്ലഹേമിനും സമീപ പ്രദേശത്തുമുള്ള 2 അതിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ വധിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ജെറമ്യാ പ്രവാചകൻ വഴി ഇത് പൂർത്തിയായി. സ്നേഹമുള്ളവരെ, എന്താണ് ഹെരോദേസിന് അസ്വസ്ഥതയ്ക്കുള്ള കാരണം? തൻ്റെ അധികാരത്തോടുള്ള അമിതമായ സ്നേഹം, തൻ്റെ അധികാരവും പദവിയും നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അസൂയ, ഇതൊക്കെയല്ലേ? ക്രിസ്മസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഹെരോദേസിനെ പോലെയുള്ള ഒരു മോശ സ്വഭാവമാണോ നമ്മിൽ? ആണെങ്കിൽ അതെല്ലാം മാറ്റി ഈശോയെപ്പോലെ മറ്റുള്ളവരുടെ നന്മ കാണുവാനും അവരെ സഹായിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു.